ഏറെ കോളിളക്കം സൃഷ്ടിച്ച പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലുൾപ്പെട്ട യുവതിയെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കേസിൽ ഭർത്താവ് രാഹുൽ എന്ന സൈക്കോ ഒളിവിൽ പോയി. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഭർത്താവ് രാഹുൽ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങി. അതിക്രൂരമായി ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു പ്രതി. സമാനതകളില്ലാത്ത സംഭവമാണ് ഇത്. മുമ്പ് ഈ പെൺകുട്ടിയുടെ കാരുണ്യത്തിൽ കേസൊഴിവാക്കി രക്ഷപ്പെട്ടതാണ് പ്രതി. രാഹുൽ തന്നെ പന്തീരാങ്കാവിലെ വീട്ടിൽ വെച്ചും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴി ആംബുലൻസിൽ വെച്ചും മർദ്ദിച്ചെന്നും മുഖത്തും തലയ്ക്കും ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവേറ്റെന്നുമാണ് ആശുപത്രിയിൽ യുവതി നൽകിയ മൊഴി. എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും അച്ഛനും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നും രാത്രി 11 മണിയോടെ ആശുപത്രിയിലെത്തിയ പന്തീരാങ്കാവ് പോലീസിന് ഇവർ എഴുതി നൽകി. എന്നാൽ ക്രിമിനൽ കുറ്റം സംഭവിച്ചുവെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ മൊഴിയിൽ കേസെടുക്കാം, രാഹുലിനെ പിടിക്കുകയും ചെയ്യാം. എന്നാൽ ചില ബന്ധങ്ങൾ രാഹുലിനുണ്ട്. രാഹുൽ വിദേശത്തേക്ക് വീണ്ടും കടക്കാനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ അതിവേഗ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ടതുമാണ്. ഇതിനിടെ പന്തീരാങ്കാവിലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ പോലീസ് സഹായിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടു. സംഭവമറിഞ്ഞ് ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതിയെ ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് യുവതിയുടെ മാതാപിതാക്കൾ കോഴിക്കോട്ടെത്തി. ഏറെ വിവാദമായ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് 2 മാസം മുമ്പാണ്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതിയും ഭർത്താവുമായ രാഹുൽ P. ഗോപാലും ആദ്യം പരാതി നൽകിയിരുന്ന ഭാര്യയും നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിയായ യുവതിയെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകുകയും പോലീസ് ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. വാർത്ത പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തതോടെ വധശ്രമക്കേസും ചുമത്തി. എന്നാൽ രാഹുൽ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു. ഇതിനിടെയാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധത്താൽ കേസ് നൽകിയതാണെന്നും പറഞ്ഞ് യുവതി രംഗത്തു വന്നത്. ഇതോടെ രാഹുൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭാര്യയെ മർദ്ദിച്ചിട്ടില്ലെന്നും തങ്ങൾക്കിടയിലുണ്ടായിരുന്ന തർക്കം സംസാരിച്ച് തീർത്തുവെന്നും രാഹുൽ വ്യക്തമാക്കി. ഇത് ശരിവെച്ച് യുവതി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ യുവതിയെ കാണാതായെന്ന് കാട്ടി മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഡൽഹിയിലുണ്ടെന്ന് വിവരമറിയുകയും പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച് യുവതിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവതി വീട്ടുകാർക്കൊപ്പം പോകാൻ വിസമ്മതിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ടെത്തിയ രാഹുലും യുവതിയും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരം ദമ്പതികൾക്ക് കൗൺസിലിംഗും നൽകി. ഇതോടെ ജസ്റ്റിസ് A. ബദറുദ്ദീൻ കേസ് റദ്ദാക്കുകയായിരുന്നു. ഈ കേസിനാണ് വീണ്ടും പുതുജീവൻ വയ്ക്കുന്നത്. ട്വിസ്റ്റുകൾ നിറഞ്ഞ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ മുഖ്യപ്രതി രാഹുൽ P. ഗോപാൽ വീണ്ടും രാജ്യം വിടാൻ സാധ്യത ഏറെയാണ്. നേരത്തെ കൊലപാതക ശ്രമം, ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയ കേസിൽ രാഹുൽ P. ഗോപാൽ ഉൾപ്പെടെ 5 പ്രതികളാണുണ്ടായിരുന്നത്. രാഹുലിൻ്റെ അമ്മയും സഹോദരിയുമാണ് 2ഉം 3ഉം പ്രതികൾ. രാഹുലിൻ്റെ സുഹൃത്ത് രാജേഷ് 4ാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ 5ാം പ്രതിയുമായിരുന്നു. വിവാദമായ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതി ഭർത്താവായ രാഹുലിനെതിരെ ആദ്യം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. രാഹുൽ കഴുത്തിൽ വയർ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നുമായിരുന്നു യുവതിയുടെ പരാതി. അടുക്കള കാണൽ ചടങ്ങിന് പോയ സമയത്താണ് മർദ്ദനമേറ്റ വിവരമറിഞ്ഞതെന്നും തുടർന്നാണ് പോലീസിനെ സമീപിച്ചതെന്നും യുവതിയുടെ വീട്ടുകാരും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ സംഭവം നടന്ന് 1 മാസം തികയും മുൻപേ പരാതിക്കാരി താൻ നേരത്തെ ഉന്നയിച്ച പരാതിയിൽ നിന്നും പിന്മാറി. നേരത്തെ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും പോലീസിനോടും മാധ്യമങ്ങളോടും കുറേയധികം നുണ പറയേണ്ടി വന്നെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും യുവതി പറഞ്ഞു. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്നടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി സ്വന്തം YouTube ചാനലിലൂടെ വെളിപ്പെടുത്തി. രാഹുലിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നും കേസ് ഒഴിവാക്കണമെന്നും യുവതി പറഞ്ഞിരുന്നു. ഈ കേസ് ഉൾപ്പെടെ തുടരന്വേഷിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.